മകനെതിരായ ഇ.ഡി. സമൻസിനെ കുറിച്ച് അറിയില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്നെ കളങ്കിതനാക്കാൻ ശ്രമം നടന്നു. തന്റെ പൊതുജീവിതം കളങ്കരഹിതമാണ്. ഒരു വലിയ ബോംബ് വരാനുണ്ട് എന്ന് ആരോ പറഞ്ഞിരുന്നു. ഇത് പക്ഷേ നനഞ്ഞ പടക്കമായി പോയെന്നും മുഖ്യമന്ത്രി. എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ സമൻസോ എന്താണ് സമൻസ് കൊടുത്തത്? എവിടെയാ കൊടുത്തത്? ആരെ കയ്യിലാണ് കൊടുത്തത്? ആർക്കാണ് അയച്ചത്? എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത്? ആരെയും കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലല്ലോ. ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ. എന്താ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസ് ഇങ്ങോട്ട് താന്ന് ഞാൻ പറയണോ? ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ സാധാരണഗതിയിലുണ്ടെങ്കിൽ? ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ്. സുല്ലൈസ വിവരങ്ങൾ നൽകാനായി. സുല്ലൈസക്ക് തന്റെ മക്കളെ കുറിച്ച് തനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഒരു ദുഷ്പേരും അവർ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടില്ല. ഗൾഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും തന്റെ മകന് അറിയാമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സമൻസ് വന്ന വാർത്തയെ അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പത്രസമ്മേളനത്തിൽ എന്താണ് ശരിക്കും ഉണ്ടായത്? മകൻ വിവേക് കിരണിനെ ചോദ്യം ചെയ്യുന്നതിനായി ഇ.ഡി. സമൻസ് അയച്ചല്ലോ എന്ന വാർത്തയോട് വളരെ വൈകാരികമായാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്, പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ ഇതുവരെ ഒരു കളങ്കവും ഉണ്ടായിട്ടില്ലാത്ത ആളാണ് താൻ. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ മനഃപൂർവ്വം കളങ്കിതനാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ വ്യാജ കഥകൾ പലയിടങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം മകൾക്കെതിരെ വന്നു, അത് വിലപ്പോയില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മകനെതിരെ ഉണ്ടാവുന്നത്. തന്റെ മകനെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ട്. അധികാരത്തിന്റെ ഇടനാഴികളിൽ എവിടെയെങ്കിലും തന്റെ മകനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്. മാത്രമല്ല, തന്റെ മകനെ നേരിട്ട് കണ്ട എത്ര പേരുണ്ട് ഇവിടെ. താൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ഇത്ര മുറികളുണ്ടെന്ന് പോലും തന്റെ മകൻ അറിയില്ല. തന്റെ മകൻ ഗൾഫിൽ ഒരു ജോലിയുമായി കഴിയുകയാണ്. അവിടെ അയാൾ ജോലി സ്ഥലത്ത് നിന്ന് നേരെ വീട്ടിലെത്തുന്നു, വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളിലും ഒരു ഇടപെടലും നടത്താത്ത ഒരാളാണ് തന്റെ മകൻ. ആ മകനെക്കുറിച്ച് ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് തനിക്ക് അഭിമാനമുണ്ട്. തന്റെ 2 മക്കളും തന്റെ ഒരു ഔദ്യോഗിക കാര്യത്തിലും തന്റെ ഈ രാഷ്ട്രീയ ഇടങ്ങളിലോ മറ്റ് അധികാരത്തിന്റെ ഇടങ്ങളിലോ ഒന്നും ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ആദ്യം മകൾക്കെതിരെ ആരോപണം ഉണ്ടാവുന്നു, അത് വിലപ്പോകുന്നില്ല. പിന്നാലെ മകനെതിരെ ആരോപണം വരുന്നു. ഇതൊന്നും തന്നെ ബാധിക്കില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി, കുറെ വർഷങ്ങളായി ഇത്തരത്തിൽ നിരവധി അനവധിയായ ആരോപണങ്ങൾ തനിക്കെതിരെ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ചിരിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ താൻ നേരിട്ടത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആരോപണത്തെയും താൻ നേരിടുന്നത് എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഒരു സമൻസ് തന്റെ മകന് കിട്ടിയിട്ടില്ല. തങ്ങളുടെ ഔദ്യോഗിക വസതിയിലേക്കാണല്ലോ ഇത്തരത്തിൽ ഒരു സമൻസ് വന്നത്, ക്ലിഫ് ഹൗസിലേക്കാണല്ലോ എന്ന ചോദ്യത്തിന് ക്ലിഫ് ഹൗസിൽ ആർക്ക് കൊടുത്തു, ആര് കൊടുത്തു? ക്ലിഫ് ഹൗസിൽ താനാണ് അവിടെ താമസിക്കുന്നത്, തനിക്ക് കിട്ടിയിട്ടില്ല. തന്റെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടില്ല. മാത്രമല്ല, തനിക്ക് അങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടില്ലെന്നാണ് മകനും അങ്ങനെ ഒരു സമൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആർക്ക് കൊടുത്തു, ആരാണ് മറുപടി അയച്ചത്? എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ ഉടൻ തന്നെ പ്രതിപക്ഷം അതിൽ കയറി പിടിച്ച് പതിവ് പോലെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു. അതിനപ്പുറത്തേക്ക് ആ സമൻസ് താൻ എവിടെ നിന്നാണ് എടുത്ത് കാണിക്കേണ്ടതെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അങ്ങനെ ഒരു സമൻസ് ഇല്ല. അങ്ങനെ ഒരു സമൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന മുഴുവൻ വാർത്തകളെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുണ്ടാവുന്ന ഒരാരോപണങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യമില്ല. അത്തരത്തിലൊരു സമൻസ് ഇല്ല. പക്ഷേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചല്ലോ, സമൻസ് കിട്ടി എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അത് വസ്തുത മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിച്ചത്. മാധ്യമ വാർത്തകൾ അദ്ദേഹവും കണ്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിനും അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകും. സ്വാഭാവികമായും അതിന്റെ വസ്തുത എന്താണെന്ന് അറിയാതെ അദ്ദേഹം നൽകിയ മറുപടിയാകും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുത ഈ വാർത്തയ്ക്കില്ല. അത് കൃത്യമായ ചില ഗൂഢാലോചന അതിന്റെ പിന്നിലുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.